അവിടെ നടക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം നാളെ വരാനിരിക്കുന്ന ഒരു കേരള സ്റ്റോറിയാണ് എന്ന് മനസ്സിലായതുകൊണ്ടും അതിനെ എതിർക്കണമെന്നുള്ള ഉത്തമ വിശ്വാസത്തിലുമാണ് ഞാൻ അവിടെ പ്രതികരിച്ചത്. നാളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ സ്ക്രിപ്റ്റ്. ഒരു സിനിമാ നടി, തട്ടമിടാത്ത, ഒരു തരത്തിലും ജാതിമതങ്ങളൊന്നുമില്ല, അമ്പലത്തിൽ വരെ പോകുന്ന ഒരു മലപ്പുറംകാരി, മുസ്ലിം, അവിടെ മത പരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നു എന്നൊരു കഥ ഒരു സിനിമയായിട്ട് വന്നാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ നന്നായി ഓടും. ഈ കഥയാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നതെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഇത് വളരെയധികം എതിർത്തത്. ഇത് പറയരുതെന്നും പറയണ്ടെന്നും വിചാരിച്ച് തന്നെയാണ് ഇരുന്നത്. അത് മറ്റു കാര്യങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടേയിരുന്നു. കണക്കിന്റെ കാര്യമായിട്ടും അങ്ങനെയൊക്കെ. കണക്കിന്റെ കാര്യവും മറ്റു കാര്യവും ഒക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഉണ്ട്, കണക്ക് തെറ്റ് തന്നെയാണ്. പക്ഷെ ഇത് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ചു പേര് ഈ കാര്യങ്ങളെ ഞങ്ങളെ ഏൽപ്പിക്കൂ, ഞങ്ങൾ ഇതൊക്കെ ശരിയാക്കട്ടെ, ഞങ്ങൾ കുറച്ചു പേര് ഞങ്ങൾക്ക് മാത്രമായി ഈ ഉത്തരവാദിത്തങ്ങൾ തരൂ, അൻസിബെ പുറത്താക്കൂ. ആദ്യത്തെ ദിവസം വന്നപ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് അൻസിബെ പുറത്താക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. അൻസിബ പുറത്തായില്ലെന്ന് മാത്രമല്ല, അൻസിബയുടെ സംസാരത്തിൽ മുഴുവൻ ജനറൽ ബോഡി അംഗങ്ങളും അൻസിബ പറഞ്ഞത് മനസ്സിലാക്കി അൻസിബയുടെ കൂടെ നിന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല കേട്ടോ, ഇതൊന്നും ഞാൻ ജനറൽ ബോഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ അൻസിബ പറഞ്ഞ പല കാര്യങ്ങളും അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അൻസിബയോടൊപ്പം നിന്നു. ഇവർക്ക് ഉത്തരവില്ലാതെ ആയി എന്നുള്ളത് സത്യമാണ്. അതിന് ബാബുരാജ് ഒരു ആരോപണം മുന്നോട്ട് വെച്ചു. ഒരു പ്രത്യേക പാർട്ടിയിൽ നിന്നും 2 കോടി രൂപ വാങ്ങിയില്ലേ. ഇത് ജനറൽ ബോഡി സീരിയസ് ആയിട്ട് എടുത്തൊരു ആരോപണമൊന്നുമല്ല. പിറ്റേ ദിവസം ലക്ഷ്മിപ്രിയ പറയുമ്പോഴാണ് നമ്മൾ ഇത് ഇത്ര ഗൗരവം ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ഇവര് ഇറങ്ങി ഓടി അവിടുന്ന്. എന്തിനാണ് ഓടുന്നത്? നമ്മളോടൊരു അനാവശ്യമായ ആരോപണം പറഞ്ഞാൽ തിരിഞ്ഞു നിന്ന് താൻ ആരോടൊന്നല്ലേ തിരിച്ചു ചോദിക്കുക. അങ്ങനെ ചോദിക്കാതെ അവരിറങ്ങി ഓടിയത് എന്തിനാണ്? നമുക്ക് മനസ്സിലാവുന്നില്ല അവരെന്തിനാണ് അങ്ങനെ ഓടിയതെന്ന്. അതിനുശേഷം ഞാൻ പോവുകയാണ്, അംഗത്വം രാജിവെച്ച് പോവുകയാണെന്ന് പ്രഖ്യാപിച്ച് അവർ പോയി. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാനും എന്റെ അംഗങ്ങളും രാജിവെക്കുന്നു എന്നാണ് പറഞ്ഞത്. അംഗങ്ങളും ഞാനും എന്റെ അംഗങ്ങളും എന്ന് പറയുമ്പോൾ അംഗങ്ങളെല്ലാം അവിടെ ഉണ്ട്. അവരാരും തിരിച്ചു വന്ന് ഞങ്ങൾ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞില്ല. അവര് രാജിവെച്ചതിന് ശേഷം ജനറൽ ബോഡിയാണ് അപ്പെക്സ് ബോഡി. നിങ്ങൾക്ക് നോക്കാം, ട്രാവൻകൂർ കൊച്ചി ലിറ്റററി ആൻഡ് സയന്റിഫിക് രജിസ്ട്രേഷൻ സൊസൈറ്റി ആക്ട് ആണ് പാരന്റ് ആക്ട്. അതിൽ പറയുന്നത് അപ്പെക്സ് ബോഡിക്ക് തീരുമാനമെടുക്കാം. മാസ റെസിഗ്നേഷനും അബാൻമെന്റും വന്നു കഴിഞ്ഞാൽ അപ്പെക്സ് ബോഡിയാണ് തീരുമാനമെടുക്കേണ്ടത്. അപ്പെക്സ് ബോഡി ജനറൽ ബോഡിയാണ്. ശ്വേതയുടെ തന്നെ വാക്കിൽ പറഞ്ഞാൽ ഞങ്ങളുടെ കോർട്ട്. എല്ലാവരും കൂടെ തീരുമാനമെടുത്തു പുതിയൊരു സമിതിയെ ഏൽപ്പിക്കാൻ. ആ സമിതിയുടെ അധ്യക്ഷനെ അല്ലെങ്കിൽ കൺവീനറിനെയാണ് ഇന്നലെ മ്ലേച്ഛമായ ഒരു ഫോൺ കോൾ ചോർത്തിക്കൊണ്ട് കോടതിയിൽ പോയി ഒഴിവാക്കിയത്. ഞങ്ങൾ കയ്യും കാലും പിടിച്ചാണ് രമേശ് പിഷാരടി അവിടെ ഇരുത്തിയത്. രമേശിന്റെ ഒരു നയം, അനുരഞ്ജനം, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും ഞങ്ങൾ വിശ്വസിച്ചതിന്റെ അടിസ്ഥാനത്തിൽ. അല്ലാതെ അദ്ദേഹം അവിടെ കോൺഗ്രസ്സുകാരനാണ്, പക്ഷെ കോൺഗ്രസ് അവിടെ കളിക്കില്ല എന്ന ഉത്തമ വിശ്വാസമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിനോട് ഐക്യമില്ല. BJP ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവിടെ, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. CPM കാരുണ്ട്, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. പക്ഷെ ഈ വർഗീയവൽക്കരണം ബോളിവുഡിലൊക്കെ നടന്നിട്ടുള്ളത് പോലെ സിനിമ സംഘടനകളെ പിടിച്ചുകൊണ്ട് സിനിമയെ മാറ്റിക്കൊണ്ട് ഒരു നാട്ടിൽ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഈ ശ്രമത്തിനെ മുളയിലെ നുള്ളാൻ ശ്രമിച്ചു എന്നുള്ള ഗൂഢാലോചന കുറ്റമുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല, രൂക്ഷമായി സംസാരിച്ചിട്ടുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ചോദ്യങ്ങൾ ഞാൻ എടുക്കാം.